വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആ കാറ് നിറയെ ഡ്രസ്സ് കൊണ്ട് നടക്കുന്ന ഒരു ആളാണ്. പക്ഷെ എൻ്റെ ഒരു സ്റ്റാഫ് കാരണം ആ ഒരു വർക്ക് എനിക്ക് നഷ്ടപ്പെട്ടു. സംരംഭം എത്ര ചെറുതാണെങ്കിലും സംരംഭകന്റെ ചിന്ത വലുതാകുമ്പോഴാണ് സംരംഭത്തിനെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 20 വർഷമായി ഫാഷൻ ഡിസൈനിങ് എന്ന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആഷ്മി ഡിസൈൻസ്, അതിൻ്റെ ഓണർ രാജലക്ഷ്മി കാണാൻ പോകുന്നത് രാജലക്ഷ്മിയുടെ സംരംഭത്തെയാണ്. അപ്പോൾ സംരംഭങ്ങളുടെ ഉള്ളറിയാനായി PNBയുടെ വിഷൻ ടു ദി വെഞ്ചർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആഷ്മി ഡിസൈൻസ്, അതായത് കവടിയാർ അമ്പലമുക്ക് റോഡിലുള്ള ആഷ്മി ഡിസൈൻസിലാണ്. അവിടെ നമുക്ക് രാജലക്ഷ്മിയെ പരിചയപ്പെടാം. ആക്ച്വലി രാജലക്ഷ്മി ഒരു ഫാഷൻ ഡിസൈനറാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജലക്ഷ്മി. എന്താണ് ഈ സംരംഭത്തിലേക്ക് സംരംഭകൻ എന്ന നിലയിലേക്ക് കടന്നു വരാനുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്? ആ കഥയൊന്ന് പറയാം. തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. പിന്നെ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ കിട്ടുന്നൊരു സന്തോഷം. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, അതായത് ബൊട്ടിക്ക്, ലേഡീസിൻ്റെ സ്റ്റിച്ചിങ്ങും ലേഡീസ് ഡ്രസ്സും അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇത് തിരഞ്ഞെടുത്തത്. അപ്പോൾ എത്ര കാലമായി? ഇപ്പം ഞങ്ങള് 20 years ആയി. അപ്പം തുടക്കത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു? തുടക്കത്തില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പുതിയതായിട്ട് അന്നത്തെ കാലഘട്ടം ഇന്നത്തെ പോലെയല്ല, കുറച്ചുകൂടെ ഇന്ന് മീഡിയാസ് ഒക്കെ ഒരുപാട് നമുക്ക് നന്നായിട്ട് പരസ്യം കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കതൊക്കെ പറ്റില്ലായിരുന്നു. അപ്പം വരുന്നവര് ബോർഡ് കണ്ട് ഷോപ്പിലേക്ക് വരുന്നവര് മാത്രം, അങ്ങനെയുള്ളവര്, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പ്രോബ്ലമായിട്ട് വന്നിട്ടുണ്ട്. ആൾക്കാരിൽ എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത് നമ്മൾ നല്ല പ്രയാസപ്പെട്ടു, ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ്. ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് അന്നത്തെ കാലത്തുള്ള ഈ 20 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ്? തുടക്കം ആ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ആ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാനിത് പഠിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഇല്ല. അപ്പൊ അന്ന് നമുക്ക് വരുന്ന വർക്കുകൾ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണം എന്ന് അന്നേ മൈൻഡിലൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കുറച്ച് വർക്കൗട്ട് ചെയ്തു, കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ നമുക്ക് നോർത്ത് ഇന്ത്യൻസൊക്കെ അന്നേ വർക്കിനുണ്ടായിരുന്നു. അപ്പം അവരുടെ അടുത്ത് നമുക്ക് ഒരുപാട് വർക്കുകൾ പഠിക്കാൻ പറ്റി. അപ്പം അതൊക്കെ വേറൊരു രീതിയിൽ, കാരണം വേറൊരു സ്ഥലത്തുള്ള വർക്ക് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഇതിനകത്തോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആക്കി, അതായത് പല സ്ഥലത്ത് പല ഫാഷനായിരിക്കും, പല മോഡൽസ് ആയിരിക്കും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ കുറച്ച് വ്യത്യസ്തപ്പെടുത്തി അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പിന്നീട് നല്ല സ്റ്റാഫുകൾ കിട്ടി, ബിസിനസ്സിൽ മുമ്പിലോട്ട് വരാൻ പറ്റി എന്നുള്ളതാണ് സത്യം. പണ്ടുണ്ടായിരുന്ന ട്രെൻഡ്സിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഓർമ്മയില്ല. പണ്ടത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ ഒരു ബ്ലൗസൊക്കെ തുന്നുകയാണെങ്കിൽ അന്നൊരു 60 rupees ആണ് അന്നത്തെ കാലഘട്ടം. അവിടുന്ന് ഇപ്പോ 600ലേക്ക് വന്നു. അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തില് നമുക്ക് ഇത്രയും മോഡൽസ് ഒന്നുമില്ല, വളരെ പരിമിതമായ മോഡൽ, എല്ലാവരും ഒരേ രീതിയിലുള്ള പാറ്റേൺ ഇങ്ങനെ മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഡിസൈനിങ് ഏത് ഫീൽഡിലായിരുന്നാലും, ഈ ഡിസൈനിങ് ഫീൽഡിലായിരുന്നാലും സ്റ്റിച്ചിങ്ങില് എല്ലാത്തിലും നമുക്ക് നമ്മുടേതായ ഒരു എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള എന്താണ് ആ ഒരു തീം, അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമുക്ക് കസ്റ്റമറിന്റെ അടുത്ത് പറയാൻ പറ്റും, ഇതിങ്ങനെ ചെയ്യാം, അതങ്ങനെ ചെയ്യാം,
അതിന്റെ മോഡൽസ് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ കസ്റ്റമേഴ്സ് ഇപ്പം ഭയങ്കരമായിട്ടും അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമാണ്. അവർ കൊണ്ടുവന്നാൽ ഇപ്പൊ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നാലും നമ്മുടെ അടുത്ത് പറയും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ, ഡിസൈൻ ചെയ്തോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. അന്ന് അങ്ങനെയല്ല, അന്ന് നമുക്കറിയായിരിക്കും അവർക്ക് ഇത് ഓക്കെ അല്ലാന്ന്. പക്ഷെ അവര് ഒരു മോഡൽ കൊണ്ടുവരും, അത് സെയിം മോഡൽ അതുപോലെ തന്നെ തുന്നി അവർക്ക് കിട്ടണം. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത്. അങ്ങനത്തെ കാര്യം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അന്ന് ഇപ്പൊ ഒരു സാധാരണ ഈ ടൈലറിങ് ഷോപ്പാണല്ലോ സാധാരണ ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് ഈ ബൊട്ടീക്ക് എന്നുള്ള ഒരു ആശയം വരുമ്പോ ഒരു വ്യത്യാസം, ഒരു എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരും വരണമെന്നില്ലല്ലോ. ഒരു ആവറേജിൽ കൂടുതൽ ആൾക്കാർ ടൈലറിങ് ഷോപ്പുകളെ തന്നെ ആശ്രയിക്കുന്ന ഒരു കാലം. എത്രമാത്രം സ്ട്രഗിൾ ചെയ്തു ആൾക്കാരുടെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്? എത്ര സമയം എടുത്തു? അന്നത്തെ കാലത്ത് എന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് റെയർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം മോഡലൊക്കെ ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ റെയർ ആയിട്ടുള്ളവരുണ്ട്. പക്ഷെ അന്ന് നമ്മൾ പറയും പോലെ കുറെ നമ്മളിപ്പോ ആര്യ വർക്ക്സ് അല്ലെങ്കിൽ കുറെ ഈ പാഡഡ് വർക്ക്സ്, പണ്ട് ബ്ലൗസ് ആയിരുന്നാലും ചുരിദാർ ആയിരുന്നാലും അതിലൊന്നും പാഡഡ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന കാലഘട്ടമേ ആയിരുന്നില്ല. അന്ന് അങ്ങനെയല്ല. അന്ന് റെഡിമെയ്ഡിന്റെ ഒരു ടച്ചും ഇല്ലാതെ ശരിക്കും തുന്നി ഡ്രസ്സ് ഇടുക എന്നുള്ള ഒരു സമ്പ്രദായമായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറെ ഡിഫറെന്റ് ആക്കി ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ചിങ് ഫീൽഡിലുള്ളവർ തന്നെയാണ് ഈ മോഡൽസ് കുറെ കൊണ്ടുവന്ന് മാറ്റി ആളുകളെ. പിന്നെ അവരുടെയും ഒരു ടേസ്റ്റ് മാറി. മീഡിയാസ് വന്നതോടുകൂടി പിന്നെ കുറെ ആളുകളിലോട്ട് മൊബൈൽ, ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഒരുപാട് എല്ലാവരുടെ കയ്യിൽ എത്തിയതോടുകൂടി ട്രെൻഡ് മാറി. അതിനനുസരിച്ചിട്ട് സ്റ്റൈലും ആളുകളുടെ ഇഷ്ടവും പിന്നെ മറ്റുള്ളവര് അതൊക്കെ അംഗീകരിച്ചും തുടങ്ങി. കുറെ പേരൊക്കെ കുറെ കാലഘട്ടം വരെ എനിക്ക് ഈ മോഡൽ ചെയ്തില്ല, എനിക്കിതൊന്നും വേണ്ട, ഞാൻ പ്രായമായി, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവർ പോലും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ, അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരിക്കുമോ എന്നൊക്കെ നമ്മുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയും ചെയ്യാനും ഒക്കെ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ അവരിതിട്ട് മറ്റുള്ളവർ അഭിപ്രായം പറഞ്ഞാൽ അവർക്കും ഹാപ്പിയായി. അപ്പൊ പിന്നെ അവരൊരു അതിലേക്ക് കൂടുതൽ ഡിസൈനിലേക്ക് വരിക. അങ്ങനെയൊക്കെ കുറെ ഡിഫറൻസ് കാലഘട്ടം കുറെ മാറ്റം പതിയാണ് ഉണ്ടായത്, ഒരുപാട് ഇതിലല്ല. പക്ഷെ ഇക്കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 5 to 6 ആ ഒരു ഇയേഴ്സിനകത്ത് ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട്. ഈ ബോട്ടിക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ. അങ്ങനെയാണോ? അതോ കുട്ടികളും ഏജ്ഡായിട്ടുള്ള ആൾക്കാരും? യങ്സ്റ്റേഴ്സ് ഒന്നുമല്ല. ആക്ച്വലി യങ്സ്റ്റേഴ്സിനേക്കാളും മുതിർന്നവരാണ് കൂടുതൽ. കാരണം യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു ലൂസ് ടോപ്പ് അല്ലെങ്കിൽ ജീൻസ്, അങ്ങനെ കാർഗോസ്, അങ്ങനത്തെ ഒക്കെ ഒരു ലെവലിലേക്ക് അവർ കൂടുതൽ പോകും. പിന്നെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഒരു ഇത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അല്ലാതെ ടോപ്സ് ഒക്കെ തുന്നാൻ വരുന്നവരുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ അതിന് കുറച്ചുകൂടെ മുതിർന്നവരാണ് ഏറ്റവും കൂടുതൽ ഫാഷൻ നോക്കുന്നതും മോഡൽസ് തിരയുന്നതും അവർക്ക് അത് എങ്ങനെ സ്യൂട്ട് ആവും എന്ന് പറഞ്ഞിട്ട് വരുന്നവരൊക്കെ മുതിർന്നവരാണ്. ഈ ഒക്കേഷണൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാംസ് അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം ഒരു മാരേജ് ഫംഗ്ഷൻ വരുമ്പോൾ ഒരു 200 പേരൊക്കെ ഒരുമിച്ച് ഒരേ തീമിലൊക്കെ അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അതൊക്കെ എത്ര കാലമായി അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു? അതൊക്കെ അത് മുമ്പേ പല ബുട്ടിക്സിലും അത് വന്നു തുടങ്ങി. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 5 ഇയേഴ്സിനകത്തേ ആയിട്ടുള്ളൂ. അതായത് മൊത്തം കല്യാണ വർക്ക്, മൊത്തം ആ ഫാമിലിന്റെ മൊത്തം വർക്ക്, ഈവൻ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന തൊട്ട്. ഇപ്പം ചിലവർ പോയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യും. ഇപ്പോൾ അത് ചിലപ്പോൾ സാരിയൊക്കെ ആണെങ്കിൽ ഒരു 30,000, ചിലപ്പോൾ 50,000 ഒക്കെ. പക്ഷെ അത് അവർക്ക് മാച്ചിങ് ആവില്ല. അതൊരു ഡിസൈനറിനായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത് അവർക്കത് എങ്ങനെ മാച്ച് ചെയ്യുന്നു. പക്ഷെ അത് അവർക്ക് മാച്ച് ആയില്ലെങ്കിൽ ഇത്രയും രൂപയുടെ സാധനം അവരെടുത്തു. ചിലപ്പം കല്യാണ ചെക്കനോ പെണ്ണോ എടുത്തു കൊടുക്കുന്നതായിരിക്കും ഇത്രയും ഫാമിലിക്ക്. അപ്പൊ അങ്ങനെ വരും. അപ്പൊ അവര് പോയിട്ട് സെലക്ട് ചെയ്ത് വരും. അന്നത്തെ അവിടെ ഉള്ളത് സെലക്ട് ചെയ്ത് വരും. പക്ഷെ അതിന്ന് ഞാൻ കുറച്ച് ഡിഫറെന്റ് ആക്കി എന്റെ കസ്റ്റമേഴ്സിനെല്ലാം ഞാൻ പറയും, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്നെ വിളിക്കുവരും. അവർക്ക് അറിയാം, കാരണം തുന്നാൻ തരുന്നത് കൊണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അവർക്കും ഞാൻ തമ്മിലൊരു ബോണ്ടുണ്ട്, അവർക്കൊരു ഐഡിയ. അപ്പൊ അവരെ വിളിച്ചിട്ട് അവരുടെ കൂടെ പോയിട്ട് ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യിച്ച് ക്ലോത്ത് സെലക്ട് ചെയ്ത് അവർക്ക് മാച്ചിങ് ആവുന്ന ക്ലോത്ത് അതെടുത്ത് അതിൽ ഡിസൈൻ ചെയ്ത് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരും.
അതാണ് അതിലൊരു വ്യത്യാസം എന്നുള്ളത്. അപ്പൊ ഒരു ബിഗ് ഇവന്റ് സപ്പോസ് വരികയാണെന്ന് വെക്കാം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരിക്കുന്നത്? ഒരു 1 by 1 ആയിട്ട് അതിനെ പറ്റി, കാരണം നമ്മുടെ കാണുന്നവർക്കൊന്നും അറിയാൻ വേണ്ടി. കാണുന്നവർക്ക് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു കാര്യം ചെയ്യാൻ സമയത്ത് നമ്മളെല്ലാവരെയും കാണും. ഈ വരുന്ന ഫാമിലീസ് മുഴുവനും ചിലർ അവൈലബിൾ ആയിരിക്കില്ല, ഇവിടെ ഇല്ല. അപ്പൊ ഫോട്ടോസ് കാണാം അങ്ങനെയൊക്കെ. അപ്പൊ അവരുടെ കളർ എന്താണ്, കളർ നമ്മൾ ടോൺ നോക്കും, സ്കിൻ ടോൺ നോക്കിയിട്ട് പിന്നെ അവരുടെ സൈസ്, അവര് ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ആൾക്കാര്, മെലിഞ്ഞവർ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കും, എല്ലാം നോക്കും. പിന്നെ ഇവരുടെ ഇതിലെല്ലാം ഉപരി അവരുടെ ടേസ്റ്റ് നോക്കും. കാരണം നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോ നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഭംഗിയായിരിക്കും, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ മെന്റലി അവര് അതിൽ ഓക്കെ ആണോ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോ പോയിട്ട് നമ്മളൊരു സാധനം സെലക്ട് ചെയ്തു, നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഓക്കെ, നിങ്ങളത് ഇടൂ, അല്ലെങ്കിൽ നിങ്ങളത് വേറെ നിങ്ങൾ നന്നായിരിക്കും, നമ്മൾ തുന്നുന്നൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല അടിപൊളിയായിട്ട് അവർക്കൊക്കെ കൊടുത്തു. പക്ഷെ അവരത് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ അവർ അന്ന് ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. ആ ഫംഗ്ഷൻ അവര് അവരുടെ ഫേസിൽ അവര്, പക്ഷെ ആ ഡ്രസ്സ് അവര് ഹാപ്പിയാണ്. നമ്മള് ചെറിയ പിള്ളേരൊക്കെ കണ്ടില്ലേ, പുതിയ ഡ്രസ്സ് ഇടുമ്പോ അവര് വേറൊരു ആളാണ്, ഒരു പ്രത്യേക തരം സന്തോഷവും ഭംഗിയൊക്കെ അവരുടെ മുഖത്ത് വരും. അപ്പൊ അതും കൂടി നമ്മൾ നോക്കും. അല്ലാതെ ചുമ്മാ അവർക്കൊരു ഡ്രസ്സ് നമ്മൾ വർക്ക് കിട്ടി അതിനു വേണ്ടി ചെയ്യുക, ആ ഡ്രസ്സ് നന്നായിരിക്കും. ചിലർ പറയും ഡ്രസ്സ് നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തുന്നു, പക്ഷെ നിങ്ങൾക്കത് മാച്ച് ചെയ്യുന്നില്ല ഇല്ലേ. അപ്പൊ അതല്ല നമുക്ക് വേണ്ടത്, നിങ്ങക്ക് നന്നായിരിക്കുന്നു, നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോഴാണ് അവർ കുറച്ചുകൂടെ, അതാണ് നമുക്ക് കേൾക്കേണ്ടത്. നമുക്ക് ആ ഫീഡ്ബാക്ക് ആണ് വേണ്ടത്, അവരുടെ സന്തോഷം, അവരുടെ ഹാപ്പിനെസ്. എന്നാലാണ് നമുക്ക് ആ കസ്റ്റമറിനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് പൈസ എന്നതിലുപരി നമ്മുടെ നിലനിൽപ്പ്, മുമ്പിലോട്ട് നമ്മൾ പോകണമെങ്കിൽ അതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, എടുത്ത് പറയത്തക്ക രീതിയിൽ ഏതെങ്കിലും? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊരു കസ്റ്റമർ, അവര് പിന്നെ മോളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി പോയി സെലക്ട് ചെയ്ത്, അപ്പൊ മോൾ അതേ പറഞ്ഞ ചേച്ചി കൂടെ വന്നോ, നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ മോൾ പറയണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരത്തിക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, അത് ഞാൻ സെലക്ട് ചെയ്തോളാം, എൻ്റെ ഡ്രസ്സ് ഞാൻ കൊണ്ടുവരാം, പിന്നെ കൊണ്ടുവരാം, നിങ്ങൾ അത് ചെയ്തോ, നിങ്ങളുടെയൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തിയുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്ന് എടുത്തു കഴിഞ്ഞിട്ട് തന്നെ പുള്ളിക്കാരത്തി അതിൽ ഡള്ളായി. അപ്പൊ കാരണം ഇതെനിക്ക് ചേരുമോ ഇല്ലയോ, ചേരുമോ, എടുത്തു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ആ സാരി 55,000 രൂപയുടെ ഒരു വിലയുള്ള സാരിയാണ്. അപ്പൊ അതിലിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്നപ്പോ തന്നെ ഞാനും പെട്ടെന്ന് എനിക്ക് ദൈവമേ ഇത് ഇവർക്ക് ചേരില്ല, ഞാനിത് കണ്ടത് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ശരിക്കും ഇത് ഇവർക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതെനിക്ക് വന്നു. പക്ഷെ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അത് വൃത്തിയാക്കി കൊടുത്തു. എന്നാലും എല്ലാവരും ഇതേ അഭിപ്രായം പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് സാഡായി അന്നത്തെ ദിവസം. പിന്നെ പോയിട്ട് ഈവനിങ് ഫംഗ്ഷൻ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അവർ വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്, അതിട്ടില്ല, അതിടാണ്ട് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് അന്നത്തെ ഭയങ്കര ഇതായി പോയി, അത് പറ്റിയില്ല, ആ സാരി എനിക്ക് ഓക്കെ ആയില്ല. രണ്ടാമത് മാരേജ് ഫംഗ്ഷൻ വന്നപ്പം അവര് എല്ലാം നമ്മളെ തന്നെ ഏൽപ്പിച്ച്, എന്നിട്ട് മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞ് 3 days അവർ ഭയങ്കര ബിസി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ലക്ഷ്മി താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി ആൾക്ക്. പിന്നെ അത് മറ്റതിലുള്ളത് ഇതിൽ എനിക്ക് കോംപ്രമൈസ്, അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ഫംഗ്ഷൻ തന്നെ ഒരുപാട് പേര് വന്നിട്ട്, ടീച്ചേഴ്സൊക്കെ വന്നിട്ട് അവര് ഡ്രസ്സ് എല്ലാം ചെയ്തിട്ട് അതിൽ പകുതി പേര് ഡ്രസ്സ് മാറ്റി ചെയ്ത് പിന്നീട് വന്നിട്ട് അയ്യോ അത് ഡിസൈൻ ചെയ്തത് ഓക്കെ ആയില്ല, അങ്ങനെയൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാഷൻ ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു കൺസൈൻമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ പലരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഏതെങ്കിലും എടുത്തു പറയത്തക്ക ഒരു അത് ഇപ്പോ വളരെ ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ കൊണ്ടുവന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് അവർ പുറത്ത് വേറെ ഏതെങ്കിലും ചെയ്ത് ഒരുപാട് ഒരു പ്രശ്നമായി, നാളെ ഫംഗ്ഷനാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷനിൽ, ഇനി പുതിയത് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വളരെ രാത്രി നമ്മൾ ക്ലോസ് ചെയ്യുന്ന ടൈം വന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവരെ വിഷമിപ്പിച്ചിട്ടില്ല. ഞാനത് ടൈം എത്ര നൈറ്റ് ഇരുന്നിട്ടാണെങ്കിലും അത് സ്റ്റാഫുകളും അതിനോട് അവർ സഹകരിച്ചു. അപ്പം അങ്ങനെ ചെയ്ത് അവർക്ക് ക്ലിയർ ചെയ്ത്
ആ ഒരു ദിവസം അവർക്ക് അതൊരു വലിയ പ്രശ്നമാവാത്ത രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നിമിഷം വന്നിട്ട് ഞാൻ ഒത്തിരി കസ്റ്റമേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് നിങ്ങളെ അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളെ ഓർമ്മിക്കത്തക്ക രീതി ഏതെങ്കിലും പ്രോഡക്റ്റ്? അതിനുണ്ട്. ഞാൻ കുറെ ഡിസൈൻ ചെയ്ത് കൊടുത്തവരുണ്ട്. അതായത് കുറച്ച് ഒരിക്കലും എനിക്ക് ഈ ഡിസൈൻ ചെയ്തില്ല, വളരെ നമ്മളല്ലേ നോക്കി നിന്നിട്ട് പോയ ഒരുപാട് ആളുകൾ. കാരണം വണ്ണം കാരണം എനിക്കത് ചേരില്ല, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് മെലിഞ്ഞു പോയത് കൊണ്ട് എനിക്കത് ചേരില്ല എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് അവോയ്ഡ് ചെയ്ത പലരും ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് ഇതെനിക്ക് മാച്ചിങ് ആവത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയുന്ന അങ്ങനെയുള്ളവർക്ക് അത് എങ്ങനെ കുറച്ചൊക്കെ ചേഞ്ചസ് നമ്മളതിൽ വരുത്തും, പക്ഷെ അത് അവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഡിസൈൻ ചെയ്യപ്പോൾ അവർ ഇതിൽ സാറ്റിസ്ഫൈ ഹാപ്പി ആവും. ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് മെയിൻലി എൻ്റെ ഏറ്റവും വലിയത് കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അവര് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സാണ്. അവര് എനിക്ക് ഇന്നുവരെയും എൻ്റെ അനുഭവത്തിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരെ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി പേരെ എൻ്റെ അടുത്ത് പോകും, ഇന്ന ഷോപ്പിൽ പോവും, ലക്ഷ്മി ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ നോക്കി തന്നെ വരുന്നവര് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. അതിന് പുറമെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാറ്? മോഡേൺ ട്രെൻഡ്സ്, സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും കുതിച്ചേർന്ന് വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പം അവിടെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ആക്ട് ചെയ്യാറുണ്ടോ, അതോ പൂർണ്ണമായും അതൊക്കെ ഒഴിവാക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയില്ല. ഇപ്പം ഡിസൈനിങ് ആണ് എൻ്റെ ഫീൽഡ്. പിന്നെ എഴുത്ത്, വായന, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എഴുതാൻ വേണ്ടി ഒരു പേജ് ഉണ്ട് FB-ല്. അപ്പൊ അതില് എഴുത്തുകളൊക്കെ ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആയിട്ടില്ല. കാരണം ഇത് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് സ്പെഷ്യലായിട്ട് തന്നെ ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റണം. അല്ലാതെ നമ്മൾ എല്ലാവരും പുസ്തകം എഴുതുന്നുണ്ട്, എല്ലാവരും അഡ്വർടൈസ്മെന്റ്, അങ്ങനെയല്ല, ഒരു സ്പെഷ്യലായിട്ട്. അപ്പൊ അതിലേക്ക് ഞാൻ എത്തുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് കൂടി എഴുതണം എന്നുണ്ട്. ഇപ്പം അല്ലാതെ കുറച്ച് പുസ്തകങ്ങൾ അതിൻ്റെ ഒരു പുതിയ ട്രെൻഡുകളെ പറ്റിയിട്ട് അപ്ഡേറ്റഡ് ആവും, മനസ്സിലാക്കാൻ ഏതൊക്കെ മേഖലകളാണ് ഉപയോഗിക്കുന്നത്, ലേറ്റസ്റ്റ് ട്രെൻഡുകളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകും. അതായത് ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിനൊക്കെ പോകാറുണ്ട്. അപ്പം നമുക്ക് കുറേ പേര് അറിയാൻ പറ്റും, അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ PNB ബാങ്കിൽ വയ്ക്കുന്നത് പോലെയുള്ള കുറച്ച് ക്ലാസ്സസ് അങ്ങനെയുള്ളതൊക്കെ പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരുപാട് പേര് നമുക്ക് പരിചയപ്പെടാനും അവരിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അവര് കുറെ സംഭവങ്ങൾ പറയും. അത് പുതിയ പുതിയ കാര്യം ചിലപ്പോൾ നമുക്ക് അതൊന്നും അഡ്വർടൈസ്മെന്റിലൂടെ അപ്പോഴും എത്തിക്കാണില്ല നമ്മളടുത്ത്. ചിലപ്പോൾ നമ്മളത് നോക്കി പോയിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ട്രെൻഡ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു സംരംഭകൻ്റെ ഒരു പുറമേ കാണുമ്പോൾ സംരംഭമെല്ലാം വളരെ മനോഹരമായിരിക്കും. പക്ഷേ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നവരെയും എടുക്കുന്ന സ്ട്രഗിളും ഒക്കെ പറ്റിയിട്ട് നമുക്ക് ഡീപ്പായിട്ട് കയറുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ 20 years ചെറിയൊരു കാലഘട്ടമല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിലൊക്കെ ഫുഡ് കഴിക്കാതെയൊക്കെ വിശന്നിരിക്കുക. കാരണം അത്രയ്ക്ക് നമ്മൾ ടെൻസ്ഡ് ആവും. കാരണം ചില കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ക്ലോത്ത് നമ്മുടെ കംപ്ലൈന്റ് ആയിരിക്കത്തില്ല, അവർക്ക് അത് ചിലവർ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ വലിച്ച് കീറി കൊണ്ടുവരുന്നവരുണ്ട്. അതായത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അത്രയും, അത് അവരുടെ നേച്ചറാണ്. പക്ഷെ അന്നൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അത് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അവരെയൊക്കെ പിന്നെ മാനേജ് ചെയ്യാനും ചിലരൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിങ്ങിന് ചിലപ്പോൾ നമുക്ക് സ്റ്റാഫ് അന്ന് വയ്യാണ്ടായി, നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് ബഹളം വെക്കുകയും നമ്മൾ പാനിക്കായി പോകും. നമുക്ക് എന്താ അവരോട് പറയാൻ പോലും നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ. എനിക്ക് അന്ന് അത്രയും എക്സ്പീരിയൻസ് ഇല്ല, അന്ന് സങ്കടമായി പോയിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ പൊളിറ്റിക്കലി കുറച്ച് ഇതായിട്ടുള്ളവര്, ഇൻഫ്ലുവൻസ് ഉള്ളവര്, അപ്പൊ നമ്മളടുത്ത് വന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവര് വന്നു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ നമുക്ക് പ്രശ്നമാവുന്നുള്ള ഭയം, പ്രത്യേകിച്ച് ഒരു ലേഡി എന്നുള്ള നിലയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ലേഡീസിന്റെ കൂടെ ജെന്റ്സ് വരുന്നവരുണ്ട്. ഇവര് വന്നിട്ട് എല്ലാവരും അല്ല, വളരെ മാന്യതയുള്ളവരുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മള് മെഷർമെന്റ് എടുക്കുമ്പോൾ ഈ ഡോർ അടിച്ച് പുറത്തിറങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷെ മെഷർമെന്റ് എടുക്കുമ്പോൾ തന്നെ അടുത്ത് വന്ന് നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നവരുണ്ട്. അത് നമുക്ക് കംഫർട്ട് അല്ല. ഒരു ലേഡി എന്നുള്ള നിലയിൽ നമ്മൾ അത് പലരും ഇതിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അവര് വന്ന് ചിലപ്പോൾ അവരുടെ ഭാര്യ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് അവര് ആ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കംഫർട്ട് ആവില്ല. നമ്മൾ ശരിയാണ്, ഡിസൈനറാണ്, നമ്മൾ ആ ഒരു ഫീൽഡിൽ, ഇപ്പം ഏതൊരു ഫീൽഡിലും അതിന് സെക്ഷലി അവരെ മാറ്റണ്ട, യൂണിസെക്സ് ആണ്, എല്ലാവരും ഒരുപോലെ എന്നൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ലേഡീസ് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ അവരെ മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ആണുങ്ങൾ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലർ വന്ന് നിന്നിട്ട് നമുക്ക് പോകാനുള്ള സ്പേസ് തരാൻ നമ്മളെ തട്ടി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് കസ്റ്റമർ ആയതുകൊണ്ട് ഇവര് ആ ലേഡി നല്ല അടുപ്പമായിരിക്കും, ആ ലേഡിയായിട്ട് നമുക്ക് ആ ലേഡി നല്ല കസ്റ്റമർ ആയിരിക്കും നമുക്ക്. പക്ഷെ ഈ അദ്ദേഹത്തിന് ഒന്ന് പുറത്ത് നിൽക്കാൻ പറയാമോ എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മള് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളൊരു ചിരി ഫിക്സ് ചെയ്തിട്ട് നിൽക്കുക, അത്രയും മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാനത് പഠിച്ചു, മാനേജ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് സത്യം. വളരെ സന്തോഷമായിട്ട് തന്നെ ഞാൻ അവരോട് പറയാൻ പഠിച്ചു. വളരെ സന്തോഷം, സാർ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാമോ, മെഷർമെന്റ് എടുത്തിട്ട് കയറാം എന്ന് പറയാനുള്ളൊരു ധൈര്യം. അത് നമ്മൾ പറയില്ലേ, നോ പറയാനുള്ള ആ ഒരു ധൈര്യം. ആ നോയെ വളരെ നമ്മൾ പറയില്ലേ ഭയങ്കര ഹാർഷായിട്ടല്ല, അല്ലാണ്ട് തന്നെ വളരെ സന്തോഷമായിട്ട് തന്നെ പറഞ്ഞ് അതും വേണം. അല്ലാതെ എനിക്ക് അന്നുണ്ടായത് എന്റെ മാത്രം ഫോൾട്ടാണ്. അതായത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിയത് എന്റെ ഫോൾട്ടാണ്. ഞാനത് മാനേജ് ചെയ്യാൻ പഠിച്ചില്ലാത്തത് കൊണ്ടാണ്. ആളുകൾ പലവിധമാണ്, അപ്പൊ ഞാൻ അതിൽ പഠിക്കണം, ഞാൻ അതിൽ പഠിച്ചു കുറച്ച് എങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ജെൻസ് മാത്രം വന്ന് വെറുതെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചുമ്മാ സംസാരിക്കാനായിട്ട് വന്ന് ഇങ്ങനെ ചെയ്യുന്നു, അവരെ പോലും ഇപ്പം വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് പഠിച്ചു വേണം. അതെ, നമ്മൾ ഒരുപാട് പേരെ കാണുന്നില്ല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾറെഡി ഒറ്റ ലുക്കിൽ തന്നെ അറിയാൻ പറ്റും അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ മേക്കപ്പ്, പിന്നെ അവരുടെ ചപ്പൽ എല്ലാം നമ്മളിങ്ങനെ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ തന്നെ, ഹെയർ സ്റ്റൈൽ ഉൾപ്പെടെ റീഡ് ചെയ്യുമ്പോൾ തന്നെ ഇവരെന്താണെന്നുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ അവരോട് സംസാരിക്കുന്നത്. പിന്നെ കേൾക്കാൻ തയ്യാറാവുന്നുള്ളതാണ്. അവരുടെ ഇഷ്ടം, കാര്യങ്ങൾ, അവരെങ്ങനെ വേണം എന്ന് പറയുന്നത് അതെല്ലാം ഞാൻ കേൾക്കും. കേട്ടിട്ട് പിന്നെ അവർക്ക് വേണ്ടത് എന്താണ് അത് ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലാതെ നമ്മുടേത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പൊതുവെ ശ്രമിക്കാറില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കും കൂടെ സാറ്റിസ്ഫൈ ആവണം, അതും കൂടി നോക്കാറുണ്ട്. പക്ഷെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് കാര്യം, ഇതിൽ ഇങ്ങനെ വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, ആ ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ ഒരു ഇതിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ നോക്കുക, അവർ ആ ഒരു ഇമാജിൻ ചെയ്ത് നോക്കുക എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതിലൊരു ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യും. ഈ ടോട്ടൽ ബിസിനസ് ലൈഫില് നമ്മളെ മൊത്തത്തിലൊന്ന് നമ്മളൊന്ന് ആടിയൊലഞ്ഞ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനോ ഒരു സിറ്റുവേഷനോ ആകെ മൊത്തം നമ്മളൊന്ന് വിഷമിച്ച അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു 2 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ ഒരു കസ്റ്റമർ, ഷൈനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളിക്കാരത്തി ഭയങ്കര നല്ല ക്യാരക്ടറാണ്. വളരെ എനിക്ക് കിട്ടിയിട്ടുള്ള കസ്റ്റമറിൽ വളരെ നല്ലൊരു കസ്റ്റമറാണ്. അതായത് നമ്മള് വരുമ്പോ തന്നെ പറയും ഒന്ന് ഇരിക്കുന്നു പറയും എൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങോട്ട് ഇരിക്കുക, ഇത്രയും നേരം രാവിലെ നിൽപ്പല്ലേ, കസ്റ്റമർ വന്നിട്ടേ ഇരിക്കില്ലേ, ഒന്ന് റിലാക്സ് ആവുക, എനിക്ക് സമയമുണ്ട് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും. ചിലപ്പോഴൊക്കെ വരുമ്പോൾ എനിക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരും, അത് കഴിക്കും, ഇത്രയും നേരം ഒന്നും കഴിച്ചിട്ടില്ല, എനിക്കറിയാം, മുഖം കണ്ടാൽ അറിയാം നല്ല ഡല്ലായി, കഴിക്കും എന്ന് പറഞ്ഞിട്ട് തരാം. അപ്പൊ പുള്ളിക്കാരത്തെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡ്രസ്സേഴ്സ് ഒന്നും എന്ന് വെച്ചാൽ അവരത്രയും റിച്ച് ആണ്. അവരുടെ വീട്ടിൽ തന്നെ നമ്മൾ പറയല്ലേ സെക്യൂരിറ്റി നിൽക്കുന്ന ഒരു വീടാണ്. അപ്പൊ അത്രയും റിച്ച് ആണ് പുള്ളിക്കാരൻ. അപ്പൊ അത്രത്തോളം ഡ്രസ്സ് തുന്നാൻ കൊണ്ട് ഇപ്പം കുറെ ഒരു വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആ കാറ് നിറയെ ഡ്രസ്സ് കൊണ്ട് നടക്കുന്ന ഒരു ആളാണ്. പക്ഷെ എൻ്റെ ഒരു സ്റ്റാഫ് കാരണം ആ ഒരു വർക്ക് എനിക്ക് നഷ്ടപ്പെട്ടു. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു കെയർലെസ് കാരണം നശിപ്പിച്ചു. അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഞാനെല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ്. എല്ലാം ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കും. തുന്നാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇവിടെ ഇരിക്കാറേ ഇല്ല. അപ്പുറത്ത് പോയിട്ട് തുന്നുന്നവരുടെ ഇടയിൽ തന്നെ അവരെപ്പോഴും എന്നെ പറയും, എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് എങ്ങനെയാണ് ആ ടൈമിന് എത്തണമെന്ന് ചോദിക്കുക. കറക്റ്റ് ടൈമിന് ഇവിടെ എത്തുമല്ലോ, അതെങ്ങനെയാണ് ഞാൻ കറക്റ്റ് ടൈമിന് എത്തണമെന്ന് ചോദിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ നോക്കി നിൽക്കുക, എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ പെടും. നമ്മൾ അതേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് പറ്റിപ്പോയൊരു അബദ്ധമാണ്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സങ്കടമായി, പെട്ടെന്ന് ഇമോഷണലായി. ഡ്രസ്സ് സാരമില്ല ലക്ഷ്മി, കുഴപ്പമില്ല, ഇനി പുതിയ ആള് വരുന്നവരെ, അപ്പം മറ്റവര് ബാക്കിയുള്ളവരെ കൊണ്ടൊന്നും തയ്പ്പിക്കേണ്ട, ഇത് മെയിൻ ആളായിരുന്നു. അപ്പം പുതിയ ആള് എടുക്കുന്നവരെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമർ പക്ഷെ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടാണ് അവരെൻ്റെ അടുത്തുനിന്ന് പോയത്. പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റിച്ചിങ് അവിടെ നമ്മള് കാരണം നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വലിയൊരു ഇതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സങ്കടം ഉണ്ടായി. പിന്നെ സ്റ്റാഫ്, അതായത് വളരെ എനിക്ക് നമ്മൾ പറയില്ലേ, നമുക്ക് എല്ലാ ജോലിക്കാരും ആത്മാർത്ഥതയോടുകൂടി കിട്ടില്ല. റയറാണ് മുതലാളിയോട് ആത്മാർത്ഥത തോന്നിക്കുന്ന സ്റ്റാഫുകൾ വളരെ റയറാണ്. അങ്ങനെ ഒരു സ്റ്റാഫ് എനിക്ക് നഷ്ടപ്പെട്ടു. അവർ തിരിച്ചു പോയി. അവരുടെ ഇവിടെ നോർത്ത് ഇന്ത്യൻ ആണ്, ഇവിടെ അവരുടെ ജോബിൻ്റെ ഇത് ഹസ്ബൻഡിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചുപോയി. അതെന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ്. കാരണം ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അത് നികത്തുന്ന ഒരാളായിരുന്നു. ഞാൻ വേണ്ട എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ ഒരു രീതിയിലും, ഈവൻ ഒരു സൂചി പോലും നിലത്ത് വീണ് കഴിഞ്ഞാൽ അവർക്കാണ് വേദനിക്കുന്നത്. അതെടുത്തു വയ്ക്കും. അത്രയും അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഇപ്പോഴും ഉണ്ട്, നല്ല സ്നേഹമുള്ള സ്റ്റാഫുകളുണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു സഹകരണമാണ് വിജയം. സ്റ്റാഫുകളുടെ സഹകരണം തന്നെയാണ് വിജയം എന്നുള്ളത്. അപ്പം അത് അങ്ങനെയുള്ള 2 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതില് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുത്ത് പറയത്തക്ക രീതി നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ ആവശ്യങ്ങൾ കൂടി എന്നുള്ളത് തന്നെയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ കൂടുമ്പോഴാണല്ലോ ഓരോ മനുഷ്യനും അവനവന്റെ ആവശ്യങ്ങൾ കൂടുമ്പോഴാണ് ഓരോന്നും ചകഞ്ഞെടുത്ത് പോകുന്നത് മുമ്പിലോട്ട്. അപ്പൊ അതേപോലെ എൻ്റെ ആവശ്യങ്ങൾ കൂടിയപ്പോഴത്തേക്കും, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിയപ്പോഴത്തേക്കും ഞാൻ പുതിയ പുതിയ മേഖലകൾ ഇതിൽ തന്നെ എന്ത് ഡിഫറെൻ്റ് ആക്കി കൊണ്ടുവരാം, എന്ത് ചേഞ്ചസ് വരുത്താം, എങ്ങനെ മറ്റുള്ള ബുട്ടിക്കിളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആക്കാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. അപ്പം അതിലേക്ക് ഞാനിങ്ങനെ എൻ്റേതായ ഡിസൈനിങ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. നമുക്ക് തന്നെ ക്ലോത്ത്സ് ഞങ്ങൾ പുറത്ത് പോയി സെലക്ട് ചെയ്യാറുണ്ട്. സൂറത്ത് അവിടെയൊക്കെ പോയിട്ട്, എൻ്റെ ചേച്ചിയുണ്ട് അവിടെ, അപ്പം അവിടെയൊക്കെ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൽ നമ്മുടേതായ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ അവര് വന്നാൽ മതി, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്ത് ഉണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് അവർക്ക് ചേരുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. അത് അവർക്കും കൂടി സാറ്റിസ്ഫാക്ഷൻ ആവുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ അവരുടെ അടുത്ത് പറയും, എല്ലാവരും ഒരു മോഡൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഒരു കല്യാണത്തിന് പോയാലും കളർ ഡിഫറൻസ് ആയിരിക്കും, ഇതേ മോഡൽസ് എല്ലാവരും ഇട്ടിരിക്കും. അപ്പൊ അതിന്ന് വ്യത്യാസം നിങ്ങൾക്ക് മാത്രം ചെയ്യുന്ന ഒരു തുണി, അതായത് നിങ്ങൾക്ക് മാത്രം ആ മോഡൽ വേറെ ചെയ്യില്ല, നമ്മളത് വേറെ ആർക്കും ചെയ്തു കൊടുക്കാറുമില്ല. കാരണം അത് കസ്റ്റമറുമായിട്ടുള്ള ഒരു വാക്കാണ്. അത് മാറ്റിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ക്ലോത്ത് മാറ്റിക്കൊടുക്കുകയോ ചെയ്യത്തുള്ളൂ. അതേ സെയിം ക്ലോത്ത് സെയിം മോഡല് പിന്നെ ചെയ്ത് കൊടുക്കത്തില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അവർക്ക് മാത്രമായിട്ട് അവരുടേതായ ഡിസൈനിൽ അവർക്ക് മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനത് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും കുറച്ച് ഹാപ്പിയാണ്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം കോമൺ വേണ്ട, കോമൺ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ്. അപ്പം ബിസിനസിന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അവസരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് ചലഞ്ചസിനെ പറ്റി പറഞ്ഞിട്ട് അവസരത്തെ. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും. പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് ലേഡീസ്, അതായത് എഡ്യൂക്കേഷൻ കുറവുള്ള ആൾക്കാർ പോലും
ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യും, വർക്ക് ചെയ്യും, ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം അത് നമുക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ നമ്മൾ പിടിച്ചു നിൽക്കണം. കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ പുറത്തു പോയിട്ട് ഡിസൈനിങ് പഠിച്ചു വരുന്നവരുണ്ട്. അപ്പം അവരുടെ അടുത്തൊക്കെ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുമായിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ ഡിസൈനിങ് ഇതുമായിട്ട് അതും കൂടെ മാച്ച് ചെയ്ത് പോകണം. അപ്പൊ അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഷെയർ ചെയ്താലേ നമുക്കത് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭയങ്കര കോമ്പറ്റീഷനാണ്. അല്ലെങ്കിലും കോമ്പറ്റീഷനാണ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ മിഡിൽ ഇതിൽ നിൽക്കുന്ന ആൾക്കാര്, റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നമല്ല പേയ്മെന്റ്സ്. അവര് എപ്പോഴും നോക്കും പേയ്മെന്റ്. കാരണം ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ സാധാരണ കൂലിപ്പണിക്കാര്, അപ്പൊ അവര് മോഡൽ വേണം, നല്ലതായിട്ട് വേണം. പക്ഷെ അവര് വിചാരിക്കും എമൗണ്ട്, അയ്യോ ഇത്രയും ചെയ്യുമ്പോൾ ഇത്രയും എമൗണ്ട്. ആക്ച്വലി ആ ഒരു ഡ്രസ്സിന് ചിലപ്പോൾ 1000 rupees ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളതൊരു ലെഹങ്കയാക്കി വരുമ്പം ചിലപ്പം 2000 പോകും. അപ്പം ക്ലോത്തിനേക്കാൾ വിലയാവുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് വരും. പക്ഷെ ചിലരങ്ങനെയല്ല, ഇത്ര രൂപയേ ഉള്ളൂ, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പം ഒരു 10,000 രൂപയുടെ മതിപ്പെത്തി. അങ്ങനെ ടാലന്റഡ് ചിന്തിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഡിഫറെന്റ്. അത് ഡിപ്പെൻസ് അപ്പോൺ അവരുടെ വെൽത്ത്. ഇനി അവസരങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു വലിയ അവസരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമുക്ക് പുതിയ ട്രെൻഡ്സ് ചെയ്യാനുള്ള ധൈര്യം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കൊരു ട്രെൻഡ് പുതിയത് വന്നു കഴിഞ്ഞാൽ ആളുകളിലേക്ക് എത്തുന്ന ആളുകൾ അത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു, അത് നമുക്കൊരു വലിയ ഹെൽപ്പാണ്. ഓക്കെ. അപ്പൊ ഇനി എന്താണ് ഈ ബിസിനസിന്റെ ഭാവി എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ അടുത്ത തലമുറ ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ അവരിലേക്ക് പകർന്നു നൽകാൻ കഴിയുമോ, എന്താണ്? അതിപ്പം അറിയില്ല മുമ്പിലോട്ട് എങ്ങനെയാണ് ഇനി. പക്ഷെ നമ്മൾ പറയല്ലേ, നമ്മള് ബിസിനസ് മുമ്പിലോട്ട് നല്ല രീതിയിൽ റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആരും അത് നഷ്ടപ്പെടുത്താൻ നോക്കില്ല. ഇനി വരുന്ന തലമുറ ആയാലും അവരത് ഫാമിലിയിൽ നിന്നാണെങ്കിൽ അവരത് നഷ്ടപ്പെടുത്താൻ നോക്കില്ല. അപ്പം അല്ലാതെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ബുട്ടിക്ക് മൊത്തം തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തരാമോ, കോമ്പൻസേറ്റ് തരാമോ എന്ന് ചോദിക്കണം. അത്ര സൈറ്റാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് വന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കുറച്ചു നേരം വന്ന് നിന്ന് നോക്കുമ്പോ തന്നെ, ഇപ്പൊ തന്നെ നമ്മള് ഇത്രയും സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ കസ്റ്റമേഴ്സ് വന്നിട്ട് അപ്പൊ അതേപോലെ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോ തന്നെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിയുമ്പം സ്റ്റാഫുകൾ നോക്കും അവര്. ചില കസ്റ്റമേഴ്സ് അങ്ങനെ ഉണ്ട് കേട്ടോ. സ്റ്റാഫ്സ് എത്ര ഉണ്ടെന്ന് അവരുടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം പോയി നോക്കും. നോക്കിയിട്ട് ഇത്രയും സ്റ്റാഫ് ഉണ്ടല്ലേ, പക്ഷെ പുറത്തുനിന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും സ്റ്റാഫ് ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആദ്യമേ അറിഞ്ഞില്ല, ഞങ്ങൾ കൊടുത്തുപോയി, പുറത്തുനിന്ന് ഇത്രയും സ്റ്റാഫ് ഉണ്ട്, ഇത്രയും സെറ്റപ്പ് ഇതിനകത്തുണ്ട് എന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയാം കാര്യങ്ങൾ. അപ്പൊ ഇനി മുമ്പിലോട്ട് അറിയില്ല, മേ ബി. ഇനി യുവ സംരംഭകർ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതൊന്നും പ്രത്യേകിച്ച് ചോദിക്കുന്നത്, എന്താണ് പറയാനുള്ളത്? ലേഡീസ് ആണെങ്കിൽ അവര് ഏറ്റവും നല്ല ഫീൽഡ് എന്ന് ഞാൻ പറയും. കാരണം ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ വളരെ ലേഡീസിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണിത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ അതിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരും. നമ്മളത് മുമ്പിലോട്ട് ട്രൈ ചെയ്യുക. പക്ഷെ നമുക്കൊരു എയിം കാണുമല്ലോ, നമുക്കിന്നത് വേണം എന്നുള്ള നമ്മുടെ ഒരു എയിമിലേക്ക് മാത്രം പോവുക. വരുന്ന പ്രശ്നങ്ങളെ കാര്യമാക്കാതിരിക്കുക. കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്തുനിന്ന് പിണങ്ങിപ്പോയ കസ്റ്റമേഴ്സ്, അതായത് അയ്യോ ഇതിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് പോയ കസ്റ്റമേഴ്സൊക്കെ ഇപ്പം എൻ്റെ വലിയ ഫേവറേറ്റ് കസ്റ്റമറാണ്. അവരെ നമ്മൾ തിരിച്ച് കൊണ്ടുവരണം. നമ്മൾ ബാക്കിലേക്ക് പോവാതെ എന്താണ് അതിലെ പ്രശ്നം കൊണ്ടുവരൂ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. നമ്മളത് ചിലപ്പോൾ അവർക്ക് അത് പറ്റില്ല, നമ്മൾ പുതിയ ക്ലോത്ത് എടുത്തിട്ടായിരിക്കും ചെയ്യണം. ആ ഒരു ഇതില് നമ്മൾ ആ കസ്റ്റമറെ തിരിച്ചു കൊണ്ടുവരാൻ പഠിക്കണം. അവര് പോയി ഇനി അപ്പൊ അവര് മുഖം കരുത്തിട്ടാണ് പോയി, പോട്ടെ ഇനി ആ കസ്റ്റമർ വേണ്ട, നമുക്ക് വേറെ കസ്റ്റമർ വരും. ആ ഒരു ചിന്തയെ കളയുക. നമുക്കുള്ളത് ആ കസ്റ്റമറിനെ നമ്മൾ തിരിച്ചു അതിലാണ് നമ്മുടെ വിജയം. അങ്ങനെ ഒരുപാട് കസ്റ്റമർ എൻ്റെ ഫേവറേറ്റ് കസ്റ്റമേഴ്സ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ആരും പിണങ്ങി അങ്ങനെ പോകാറില്ല. ഞാൻ ആ ഒരു പിണക്കം അപ്പം തന്നെ സോൾവ് ചെയ്യിക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ അവരോട് പറയും, ടെൻഷനേ ആവണ്ട, ഞാനത് ക്ലിയർ ചെയ്ത് തരാം, ഞാൻ ശരിയാക്കി തരാം
അപ്പൊ അവരൊരു "അയ്യോ, ഇത് കട്ട് ചെയ്ത് പോയില്ലേ, ഇത് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ ഇനിയിപ്പം". അപ്പൊ ഞാൻ പറയും ഇതൊരു വലിയ ക്ലോത്ത് ആയിരുന്നില്ലേ, കുറെ കട്ടുകൾ ചെയ്ത് കുറെ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ അയക്കിയത്. ഒന്നും വരീഡ് ആവണ്ട, തിരിച്ച് ഞാൻ ആക്കി തരാം. ചിലപ്പോ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ പുതിയ ക്ലോത്ത് എടുത്തായിരിക്കും അത് മേക്കപ്പ് ചെയ്യുന്നത്. പക്ഷെ എനിവേ ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ആ കസ്റ്റമറിനെ വിടാതിരിക്കുക. ആ കസ്റ്റമറിന് കൂടുതലും നമ്മൾ മുമ്പിലോട്ട്, അതായത് നമ്മളെ എത്ര പഴയ കസ്റ്റമർ ഉണ്ടോ അത്രയും നല്ല ബിസിനസ് ആണെന്നാണ്. അവരത്രയും നല്ല ബിസിനസ്സിൽ അവരത്രയും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും എന്താ പറയുക, ഏറ്റവും പഴയ സ്റ്റാഫുകളുണ്ടെങ്കിൽ, വളരെ പഴയ വർഷങ്ങൾ പഴയ സ്റ്റാഫുകളുണ്ടെങ്കിൽ നല്ല മുതലാളിയാണെന്ന് പറയുന്ന പോലെ വളരെ പഴയ കസ്റ്റമേഴ്സ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവർ ബിസിനസ്സിൽ അവർ വിജയിക്കും തീർച്ചയായിട്ടും. ഒരു സംരംഭകയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഫൈറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ചോദ്യം, ഹാപ്പിയാണോ? ഓഫ് കോഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. എന്തൊക്കെ കാരണങ്ങൾ? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ലൈഫ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. പിന്നെ ഫാമിലിയിലായിരുന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടിന് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടണ്ട. ഫാമിലിയിലുള്ളവരെല്ലാവരും മറ്റൊരു പേഴ്സൺ അങ്ങനെയല്ല, പക്ഷെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ, അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ബർത്ത്ഡേ ആണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരു സാധനം, അമ്മയുടെ അച്ഛൻ്റെ പൈസ വാങ്ങിയിട്ട് അവർക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നതും നമ്മളെ സർപ്രൈസ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. പിന്നെ എനിക്ക് എൻ്റെതായ പേഴ്സണൽ എല്ലാ കാര്യത്തിനും ഇന്നുവരെ ഒന്നിനും എനിക്കൊരു രണ്ടാമത് നോ ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല. ബിക്കോസ് ഞാനതിന് ഓക്കെയാണ്. അപ്പം എനിക്കതിന് പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷം ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റുന്നതാണ്. ഒത്തിരി ആളുകളെ, ഒത്തിരി ജീവിതങ്ങളെ, സ്ത്രീകള് പ്രത്യേകിച്ച് വളരെ അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് പല സ്ത്രീകളും. വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യും. കുറേ പേരെ അറിയാൻ പറ്റി. ഞാൻ ജീവിച്ച ജീവിതം, എൻ്റെ ജീവിതത്തിൽ പറ്റുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ പലരോടും കാണും, സംസാരിക്കും. അവരുടെ ലൈഫൊക്കെ കേൾക്കുമ്പം ഞാൻ ബെറ്റർ, മച്ച് ബെറ്റർ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് പറ്റി. അപ്പൊ അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ എത്ര ഹാപ്പിയാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ 4 പ്രാവശ്യം ദൈവത്തിൻ്റെ നന്ദി പറയും ദിവസം. എപ്പോഴും ഓരോ സമയം എനിക്ക് എത്ര സമയമൊക്കെ കിട്ടും അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ ഞാൻ എത്ര താങ്ക്സ് പറഞ്ഞാലും തീരില്ല, എത്ര നല്ല ലൈഫാണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ജീവിതത്തിൽ, ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നും ദൈവം എല്ലാം എനിക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്രയ്ക്ക് ഹാപ്പിയാണ്. ഒന്നിലും മേ ബി എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോന്നും അറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി PNB പ്രോഗ്രാം നേരത്തെ പറഞ്ഞല്ലോ, പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഏതൊക്കെ മേഖലയിൽ അത് ബെനിഫിഷ്യലായിട്ട് വന്നിട്ടുണ്ട്? ഒരുപാട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പോയിട്ടാണ് ഈ നമ്മൾ പറയില്ലേ മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മളെ ബിസിനസ്സിൽ അന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് മണി മാനേജ് ഒക്കെ ചെയ്യും. എങ്കിലും നമ്മൾ എത്ര പെർസെൻറ്റേജ് മണി നമ്മൾ മാറ്റി വെക്കണം, അത് മാറ്റി വെച്ചേ പറ്റൂ. അന്ന് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കി അപ്പം നമ്മൾ സേവ് ഒക്കെ ചെയ്യും, കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സേവിങ്സ് എല്ലാവർക്കും കാണുമല്ലോ, പക്ഷെ നമ്മൾ വേറെ ഓരോ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സേവിങ്സ് മാറ്റി വെക്കണം. നമ്മുടെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ കുറേ ഭയങ്കരമായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടു. പിന്നെ അവിടെ വന്ന കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അവര് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ബിസിനസ് ഐഡിയാസ്, അത് മാത്രമല്ല കുറെ കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടി. പിന്നെ മീഡിയയിലുള്ളവര്, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വർടൈസ്മെന്റിലുള്ളവര്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ അവര് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് PNB ബാങ്ക് വഴി വന്നൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ വിഷൻ ടു ദി വെഞ്ചർ എന്ന ഈ പരിപാടിയിൽ ഇത്ര നേരം മുമ്പായിട്ട് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞു ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ച നമ്മുടെ രാജലക്ഷ്മിക്കും ഈ സംരംഭത്തിനും നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.